നമസ്കാരം. ഡീക്ലാസിഫൈഡ് ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു ഡോക്യുമെൻ്ററിയെ സംബന്ധിച്ചുള്ള വിവരം ഇന്നലെ പ്രേക്ഷകരുമായി ഓട്ടപ്രദക്ഷിണത്തിലൂടെ തത്വമൈ ന്യൂസ് പങ്കുവച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട ചിലർ ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭാഷണത്തിൽ നമ്മുടെ ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് മുതൽ കാർഗിൽ യുദ്ധം വരെയും വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ്റെ കാര്യവും എല്ലാം ചില പ്രേക്ഷകർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് സംബന്ധിച്ച് അവർ ചില സംശയങ്ങളും ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഇടപെടലുകളുടെ കാര്യത്തിൽ അക്കാര്യത്തെക്കുറിച്ചൊന്ന് ചെറിയൊരു വിശദീകരണം നൽകുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ളൊരു യുദ്ധസമാന സാഹചര്യം എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് പുതുമയുള്ളൊരു കാര്യമല്ല. വർഷങ്ങളായി പാകിസ്ഥാൻ എന്നൊരു നിരന്തര ശത്രു രാജ്യവും ചൈന എന്നുള്ള എപ്പോൾ വേണമെങ്കിലും ശത്രുത പ്രകടിപ്പിക്കാവുന്ന ഒരു രാജ്യവും അയൽക്കാരായിട്ടുള്ളതും തീരെ വിശ്വസിക്കാൻ സാധിക്കാത്ത സുഹൃത്തുക്കളെ പോലെ പല അയൽ രാജ്യങ്ങളും ചുറ്റി കിടക്കുന്നൊരു രാഷ്ട്രമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ യുദ്ധസമാനമായ സാഹചര്യം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് ഏത് നിമിഷവും വഴുതി വീഴാം എന്നുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിർത്തികളിൽ എപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ഈ എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടായ ചില രാഷ്ട്രീയ ഇടപെടലുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ തുടക്കം മുതൽ തന്നെ പരിശോധിക്കേണ്ടി വരും. അത് വീഡിയോ ഒരുപാട് വർദ്ധിപ്പിക്കും. അപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കാതിരിക്കുവാനായി കാർഗിൽ മുതൽ മുന്നോട്ടുള്ള ചില കാലഘട്ടങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ മാത്രം ഒന്ന് പരിശോധിക്കാം. കാർഗിൽ യുദ്ധസമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ തുലോം കുറവായിരുന്നു. പ്രതിപക്ഷം പോലും, അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയെങ്കിലും പ്രതിപക്ഷം താരതമ്യേന നിശബ്ദരായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിക്ക് പരിപൂർണ പിന്തുണയൊന്നും അവർ നൽകിയില്ലെങ്കിൽ പോലും മാധ്യമങ്ങളും ഹിന്ദു ഉൾപ്പെടെ സ്ഥിരമായി ഇപ്പോൾ ദേശവിരുദ്ധത വെച്ച് പുലർത്തുന്ന ഹിന്ദു പത്രം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികളും ഏറെക്കുറെ നിശബ്ദരായിരുന്നു. ഭാരത സർക്കാരിനും സൈന്യത്തിനും പിന്തുണ നൽകുന്നു എന്നുള്ള തരത്തിലുള്ളൊരു പ്രതിച്ഛായ ലോകത്തിൻ്റെ മുമ്പിൽ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ സ്ഥിതിഗതികൾ മാറിമറിയുന്നത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതോടുകൂടിയാണ്. നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ചില തീരുമാനങ്ങളും നടപടികളും സൈന്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന സ്വാതന്ത്ര്യവും പാകിസ്ഥാന് മേൽ ഇങ്ങോട്ടേക്ക് വെടിയുണ്ട വന്നാൽ അങ്ങോട്ടേക്ക് ബോംബ് പോകണമെന്നുള്ളൊരു ശൈലിയിലേക്ക് സൈന്യം മാറുവാൻ പ്രേരിപ്പിച്ചൊരു ഭരണകർത്താവിൻ്റെ മികവുമെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വല്ലാതെ അസ്വസ്ഥരാക്കി. രാഷ്ട്രീയ എതിരാളികളെക്കാൾ കൂടുതൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷിക്കുള്ളിൽ ഭാരതവിരുദ്ധരായിട്ടുള്ള നേതാക്കളെ കൃത്യമായി തന്നെ നട്ട് നനച്ച് വളർത്തിയ വൈദേശിക ശക്തികൾക്ക്, ഭാരതത്തിൻ്റെ ഉള്ളിൽ സ്ഥാപിത താല്പര്യങ്ങളുള്ള വൈദേശിക ശക്തികൾക്ക് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്നൊരു ഭരണ നേതൃത്വമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റേത്, അല്ലെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദിയുടേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ചില പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി പ്രകടമായി തന്നെ വെളിപ്പെട്ട് വരുന്നത് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ 12 വർഷങ്ങളിൽ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കങ്ങളും ഭാരതവിരുദ്ധമായ ചില നീക്കങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഇതിൻ്റെ എല്ലാം നേതൃത്വം വഹിക്കുന്നു എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ഇതെല്ലാം രാഹുൽ ഗാന്ധി സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അടിസ്ഥാനപരമായിട്ട് അത്രയ്ക്കുള്ള ബുദ്ധിയൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി എന്നോ എവിടെയോ എത്തിപ്പോയേനെ. അല്ല, അദ്ദേഹത്തിനെ പറഞ്ഞ് പഠിപ്പിച്ച് കൃത്യമായിട്ട് എഴുതി കൊടുത്ത് 10 വട്ടം പറഞ്ഞ് പഠിപ്പിച്ച് കാണാതെ പഠിപ്പിച്ച് ഇറക്കി വിടുന്ന ചില ശക്തികൾ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഏറെക്കാലമായി അദ്ദേഹത്തിൻ്റെ വിമർശകർ ഉന്നയിക്കുന്നതാണ്. അത്തരത്തിലൊരു ആരോപണം അത് ഏറെക്കുറെ സത്യമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ്, സാധാരണക്കാരന് തോന്നിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. ഈ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നരേന്ദ്രമോദിക്കെതിരെ എന്നുള്ള ഭാവത്തിൽ രാജ്യവിരുദ്ധം സൈനിക വിരുദ്ധവുമായിട്ടുള്ള ചില പ്രവൃത്തികളുടെ ഒരു ഉദാഹരണങ്ങൾ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും അവയൊന്ന് അടുക്കിപ്പറക്കി വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഉറി സൈനിക ക്യാമ്പ് ആക്രമണത്തിൻ്റെ പ്രതികാരമായി പാകിസ്ഥാനിൽ നമ്മുടെ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ തെളിവ് ചോദിച്ചവരുടെ മുൻപിൽ നിന്നത് ആദ്യം അരവിന്ദ് കെജ്രിവാളായിരുന്നു, പിന്നീട് രാഹുൽ ഗാന്ധിയായിരുന്നു. ബാലാക്കോട്ട് ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ തെളിവ് ചോദിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഹീനമായ പ്രവൃത്തിയായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നത് പഹൽഗാം ഇസ്ലാമിക ഭീകര ആക്രമണത്തിൻ്റെ മറുപടിയായി പാകിസ്ഥാൻ പ്രഹരമേൽപ്പിക്കുവാൻ 88 മണിക്കൂറുകൾ നീണ്ട പ്രഹരങ്ങളേൽപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമുക്കെത്ര റഫേൽ വിമാനങ്ങൾ നഷ്ടമായി,
എന്നുള്ള ചോദ്യവും ഉന്നയിച്ച് പാകിസ്ഥാൻ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ശത്രു രാജ്യമാണ്, അവരുടെ മുഖം രക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. രാഹുൽ ഗാന്ധി ആരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 8 റഫേലാണോ 5 റഫേലാണോ നമുക്ക് നഷ്ടമായതെന്നുള്ള ചോദ്യം നിരന്തരമായി ഉയർത്തുകയും അതിനുശേഷം ഉടനെ തന്നെ ജനറൽ നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം, അതുപോലും ഉള്ളിൽ പേജുകളിലൊന്നും എഴുതിയിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത അച്ചടിക്കപ്പെട്ടിട്ടില്ലാത്തൊരു പുസ്തകവും ഉയർത്തി ചൈനയ്ക്ക് നമ്മൾ പല സ്ക്വയർ കിലോമീറ്റർ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വന്നു, നമ്മുടെ സൈന്യത്തിൻ്റെ പരാജയമായിരുന്നു എന്ന് ജനറൽ നരവനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വം ഒട്ടും സഹായകരമായിട്ടുള്ളൊരു മനോഭാവമായിരുന്നില്ല, അല്ലെങ്കിൽ പിന്തുണ നൽകുന്നൊരു മനോഭാവമായിരുന്നില്ല ആ സമയത്ത് ഗാൽവാൻ സംഘർഷത്തിൻ്റെ സമയത്ത് സ്വീകരിച്ചത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തി. പിന്നീട് നരവനെ തന്നെ അതെല്ലാം നിഷേധിക്കുക എന്ന് മാത്രമല്ല അതിനെയെല്ലാം പൊളിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് വായിക്കൂ. ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് വലിയൊരു ചതിയൻ്റെ ചിത്രമാണ്. അത്തരത്തിലുള്ള ചതികളും ചതിപ്പണികളുമായി നരേന്ദ്രമോദിയെ വീഴ്ത്തുക മാത്രമാണോ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം? രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ജന്മാവകാശമായി എനിക്ക് ലഭിച്ച പ്രധാനമന്ത്രി പദം എനിക്ക് ലഭിക്കണമെന്നുള്ളൊരാഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ശക്തികളുടെ താല്പര്യം നരേന്ദ്രമോദിയെ വീഴ്ത്തുക എന്നുള്ളതല്ല. നരേന്ദ്രമോദി ഒരു വ്യക്തിയല്ല, ഇപ്പോൾ നരേന്ദ്രമോദി ഒരു ആശയമാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു ഭരണകർത്താവിനാൽ സാധ്യമാണ് എന്നുള്ളൊരു തെളിവാണ്, സൂചനയാണ് നരേന്ദ്രമോദി. കാരണം ഒരു ഭരണകർത്താവിന് അടിസ്ഥാനപരമായി മൻമോഹൻ സിംഗിനെ പോലെ സമാധാനത്തിൻ്റെ പാത മാത്രമല്ല തിരഞ്ഞെടുക്കുവാൻ സാധിക്കുക. 140 കോടി ജനങ്ങളുടെ ഭരണകർത്താവായ പ്രധാന സേവകനായ പ്രധാനമന്ത്രിക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യമായ അധികാരപരിധി എന്നുള്ളത് വളരെ വലുതാണ്. ആ അധികാരപരിധിയിൽ നിന്ന് രാഷ്ട്രനന്മയ്ക്ക് വേണ്ടി നമ്മുടെ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകുവാനും കൃത്യമായിട്ട് നമ്മുടെ ശത്രുക്കൾക്ക് മറുപടി നൽകുവാനുമുള്ള അധികാരവും ശേഷിയും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയിൽ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രധാനമന്ത്രി പദവിയിൽ നിക്ഷിപ്തമാണ്. ആ കഴിവുകളുമുണ്ട്. വെറുതെ അത്തരത്തിലൊരു അധികാരമുണ്ട് എന്ന് മാത്രമല്ല, ആ അധികാരം പ്രയോഗിക്കുവാനുള്ള ശക്തിയും ശേഷിയും നമുക്കുണ്ട് എന്ന് തെളിയിച്ചത് ഭാരതത്തിൽ ഒരുപക്ഷെ ആദ്യമായി നരേന്ദ്രമോദിയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞു വരരുത്. കാരണം ബംഗ്ലാദേശിൻ്റെ വിഭജന സമയത്ത് ഭാരതത്തിൻ്റെ എന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമാകാമായിരുന്ന ഒരു യുദ്ധത്തെ ഭാരതത്തിന് വലിയ നഷ്ടങ്ങളുണ്ടാക്കിയൊരു യുദ്ധമായി പരിണമിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമായുള്ള അടച്ച മുറിയിലെ അരമണിക്കൂർ ചർച്ചയാണെന്ന് സാം മനേക്ഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് മാർഷൽ സാം മനേക്ഷ യുദ്ധസംബന്ധിയായി അദ്ദേഹത്തിനപ്പുറത്തേക്ക് ഒരു ആധികാരികത ഭാരതത്തിൽ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മറ്റാർക്കും ഇല്ല ഇന്നും. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ തൽക്കാലം വിട്ടേക്കും. ആ ചരിത്രം നമുക്ക് വിശദമായി വേണമെങ്കിൽ മറ്റൊരവസരത്തിൽ പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ, നരേന്ദ്രമോദി എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഈ സൈനികപരമായിട്ടുള്ള നീക്കങ്ങളിൽ ഭാരതം എടുത്ത ചില നയത്തിലെ നയവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നയവ്യതിയാനങ്ങൾ, ഒരു ഉദാഹരണം സെറ്റ്സ് ആൻ എക്സാമ്പിൾ എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ പേവ്സ് എ ന്യൂ വേ, പുതിയൊരു പാത വെട്ടി തുറക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. ഇനി 10 വർഷങ്ങൾക്ക് ശേഷമോ 15 വർഷങ്ങൾക്ക് ശേഷമോ നരേന്ദ്രമോദിയുടെ പിൻഗാമി വരുമ്പോൾ ആ പിൻഗാമിക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ശത്രു രാജ്യങ്ങളോട് നടത്തുവാനും പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ മാർഗദർശനം നൽകുന്ന തീരുമാനങ്ങളാണ് നരേന്ദ്രമോദി എടുത്തത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ പതനം എന്നുള്ളതും ഒരു ഉദാഹരണമായി തന്നെ, വലിയൊരു ഉദാഹരണമാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്താൽ നിങ്ങളുടെ പതനം ഇത്തരത്തിലായിരിക്കും എന്നുള്ളൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ആ ശക്തികളുടെ കയ്യിലെ ഒരു കളിപ്പാവ കൂടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. വെറുതെ പറയുന്നതല്ല. ഞാൻ ഈ പെട്ടെന്നായിട്ട് ഹ്രസ്വമായ ഒരു വീഡിയോയിൽ പെട്ടെന്ന് പറഞ്ഞ ചില ഉദാഹരണങ്ങൾ കൊണ്ട് തന്നെ ആ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം പരിശോധിച്ചാൽ തന്നെ പ്രേക്ഷകർക്ക് ഇത് വളരെ വ്യക്തമായി മനസ്സിലാകും. അതിന് സംശയമൊന്നും വേണ്ട. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ രാഹുൽ ഗാന്ധി തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അതാണ്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ നമ്മുടെ രാജ്യത്ത് വന്നതിനെക്കുറിച്ച് റഷ്യൻ ഏജൻ്റായിട്ടാണ് വന്നത് തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെതിരെ ഒരു മാനനഷ്ട കേസ് പോലും വ്യാജ ഗാന്ധി കുടുംബം ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ ഒരു പാരമ്പര്യവും ഈ അധികാരത്തോടുള്ള ഒരു അത്യാർത്തിയും എല്ലാം ചേർന്ന് രാഹുൽ ഗാന്ധിയെ ഞാൻ നേരത്തെ പറഞ്ഞ ദേശവിരുദ്ധ ശക്തികളുടെ, ഭാരതത്തിൽ നിക്ഷിപ്ത താല്പര്യമുള്ള വൈദേശികവും സ്വദേശിയുമായ പല ശക്തികളുടെയും
പിണിയാളായി കളിപ്പാവയായി മാറ്റുകയാണ് ഇത്തരത്തിലുള്ള ചതിപ്പണികൾക്ക് വാക്കുകൾ നൽകാൻ, അല്ലെങ്കിൽ ശബ്ദം നൽകുവാനായി, അല്ലെങ്കിൽ ഒരു മുഖം നൽകുവാനായി. അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.